2026 യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ എങ്ങനെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ യൂട്യൂബ് തുറന്നു കാണുന്ന പേജിൻ്റെ താഴെയുള്ളൊരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൻ്റെ താഴെയുള്ള ഷോർട്ട് എന്ന ഓപ്ഷനിലാണ് നമ്മൾ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിനി നിങ്ങളുടെ വീഡിയോയിൽ സോങ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആഡ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ തന്നെ നമുക്ക് കുറച്ച് സോങ് കാണാൻ പറ്റും. ഇനി അതല്ല സെർച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിൽ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി നമുക്ക് സെർച്ച് ചെയ്ത് സോങ് എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ സോങ്ങിൻ്റെ ആവശ്യമില്ല. ഞാൻ ആദ്യമേ വോയിസ് കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ എക്സിറ്റായി ആ ഒരു ആദ്യം എടുത്ത പേജ് വന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഒരു ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ സെലക്ട് ചെയ്യേണ്ടത് അതെടുത്ത ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. അതിൻ്റെ താഴെ ഡൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പ്രോസസ്സിങ് കാണും. നിങ്ങളിടുന്ന വീഡിയോ എത്രത്തോളം ലെങ്തി ആണോ അത്രത്തോളം ടൈം എടുക്കും ഇതൊന്ന് പ്രോസസ്സ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലൊരു പേജിലോട്ടാണ് വരുന്നത്. അവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസിൻ്റെ ഒരു പേജാണ് കേട്ടോ വരുന്നത്. അതിലാദ്യം ക്യാപ്ഷൻ യുവർ ഷോർട്ട്, നിങ്ങളുടെ ഷോർട്ടിന് നിങ്ങൾ എന്ത് ടൈറ്റിലാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും നിങ്ങളുടെ ഷോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ടൈറ്റിൽ അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു ഷോപ്പിംഗ് അപാരതാന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈറ്റിലും അതുപോലെ നിങ്ങളുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടൈറ്റിലും ആയിരിക്കണം കേട്ടോ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങളൊരു ഹാഷ് ടാഗ് ഇടുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഹാഷ് ടാഗ് കൊടുത്തതിന് ശേഷം ഷോർട്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹാഷ് ടാഗ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഷോർട്സ് ഫീഡ് എന്നോ അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണം നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹാഷ് ടാഗ് ഷോർട്സ് ഫീഡ് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇയർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പോകുന്ന ഓപ്ഷൻ വിസിബിലിറ്റിയാണ്. ഞാനിതിവിടെ കാണിക്കാൻ മറന്നുപോയി. അത് അൺലിസ്റ്റഡ് ആക്കി വേണം വയ്ക്കാൻ. അത് കഴിഞ്ഞ് സെലക്ട് ഓഡിയൻസ്. ഞാനിവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ്. നിങ്ങളിനി കിഡ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ എസ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ ഒരു തമ്പനെയിൽ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വീഡിയോ ഏത് പിക്ചർ കണ്ടിട്ടാണോ എടുക്കാൻ കൂടുതൽ സാധ്യത അത് നിങ്ങൾ തമ്പനെയിലായിട്ട് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു പിക്ചർ തമ്പനെയിലായിട്ട് കൊടുത്തു. ഈ ഒരു പിക്ചർ കണ്ടിട്ടായിരിക്കും നിങ്ങളുടെ വ്യൂവേഴ്സ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് അപ്ലോഡ് ഷോർട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇത് തനിയെ ആഡ് ആയിക്കോളും. ഇപ്പോൾ എൻ്റെ ചാനലിൽ അത് അപ്ലോഡായി. ഇനി ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അതിൻ്റെ താഴെ ഡാഷ്ബോർഡ് കണ്ടൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിൽ കണ്ടൻറ് എടുത്തു. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് മസ്റ്റായിട്ടും ഡൗൺലോഡ് ചെയ്തിരിക്കണം. കണ്ടൻറ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളുടെ വീഡിയോ കാണാൻ പറ്റും. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലുള്ള പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് കിട്ടും. അതിൽ വിസിബിലിറ്റി നിങ്ങൾ അൺലിസ്റ്റഡ് മാറ്റി പബ്ലിക് ആക്കുക. അത് കഴിഞ്ഞ് ആ ഡിസ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ഹാഷ് ടാഗ് കൊടുത്ത് നേരത്തെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റിയിൽ കമൻറ്റ്സ് ഓൺ ആക്കണോ ഓഫ് ആക്കണോ ലൈക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയണോ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അത് നിങ്ങൾ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് ടാഗ് കൊടുക്കുക. നിങ്ങളുടെ വീഡിയോ ആൾക്കാർ എങ്ങനെ സെർച്ച് ചെയ്യാമോ അതനുസരിച്ച് ടാഗ് കൊടുക്കുക. അത് വെച്ചായിരിക്കും യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിനി ഒന്നും ചെയ്യേണ്ടതില്ല. സേവ് കൊടുക്കുക. നേരെ വന്നിട്ട് സേവ് കൊടുക്കുക. ഞാനിവിടെ സേവ് കൊടുത്തു കഴിഞ്ഞു. അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇപ്പോൾ ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലും അപ്ലോഡായി കഴിഞ്ഞു. ഈ 2 സ്റ്റെപ്പിലൂടെയാണ് ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി.